നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ തീരുമാനിച്ചത്. അവരുടെ പ്രത്യേക അനുമതിയുള്ള അല്ലെങ്കിൽ അവർ അനുവദിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ അതുവഴി കടന്നു പോകാനും അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ലെബനെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചിട്ടും തൽക്കാലത്തേക്ക് ഒരു 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഇറാൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയാണ് എന്ന്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അമേരിക്ക തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം പിൻവലിക്കാൻ ഇനിയും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് എന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസികളൊക്കെ തന്നെ അറിയിക്കുന്നത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ തീരുമാനിച്ചതോടുകൂടി ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ആശ്വാസം കൊണ്ടിരുന്നതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എത്രയോ രാജ്യങ്ങൾക്ക് ഇത് ആശ്വാസം പകരുന്നൊരു വാർത്തയായിരുന്നു. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ, അതായത് ഹോർമൂസ് കടലിലേക്ക് തുറക്കുന്നതായ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ 8 വലിയ കപ്പലുകളാണ്, ചരക്ക് കപ്പലുകളാണ് ഇതുവഴി കടന്നുപോയത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ 1/5% ഇതുവഴിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇവിടെ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള എണ്ണ, അതുപോലെ ഗ്യാസ് തുടങ്ങിയവ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വരും. മാത്രവുമല്ല, ഇനി മുതൽ നേരത്തെ സംഭവിച്ചിരുന്നതുപോലെ ഇറാൻ അനുവദിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ, അവരുടെ കപ്പലുകൾക്ക് മാത്രമേ ഇതുവഴി കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഇത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും എത്രയോ രാജ്യങ്ങൾ ഇത് കാരണം നട്ടം തിരിയും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ സമയത്തും ഓരോന്ന് വിളിച്ചു പറഞ്ഞ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബുധനാഴ്ചയ്ക്കകം ഇറാനും അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുക. അതായത് വെടിനിർത്തലിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും താൻ അവിടേക്ക് ഇറാനിലേക്ക് ബോംബിടും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത്. അതായത് ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബോംബാക്രമണം പുനരാരംഭിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇറാനാകട്ടെ ശക്തമായ തോതിൽ ഇപ്പോഴും ചെറുത്തുനിൽക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളും ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും തങ്ങൾ കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള നിലപാട് വീണ്ടും ഇറാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ വീണ്ടും അടച്ചിടാൻ പോകുന്നു എന്നുള്ള ഈ ഒരു പ്രഖ്യാപനം അടച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനാകട്ടെ അമേരിക്കൻ ജനതയോട് പല കാര്യങ്ങളിലും വിശദീകരണം നൽകേണ്ടിയും വരും. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടക്കച്ചവടം കൂടിയാണ്. എന്തിനു വേണ്ടിയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ള ചോദ്യം അമേരിക്കൻ ജനത ചോദിക്കുന്നുണ്ട്. എത്രയോ ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഓരോ ദിവസവും ഇപ്പോൾ അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഏതാണ്ട് ഒത്തുതീർപ്പിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെയാണ് ട്രംപിൻ്റെ വിവാദ പ്രസ്താവന പുറത്തു വന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടത്. എന്നാൽ ഇറാനുമായി ഒരു കരാറിലെത്തുന്നത് വരെ തങ്ങൾ നാവിക ഉപരോധം തുടരും എന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ പല യുദ്ധക്കപ്പലുകളും ആ മേഖലയിൽ ഇപ്പോൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാൻ ഹോർമൂസ് കടലിന് ചുറ്റും വ്യാപകമായി മൈനുകൾ വിതറിയിട്ടുണ്ടായിരുന്നു. ഈ മൈനുകൾ കണ്ടെത്താൻ അമേരിക്കൻ കപ്പലുകൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനം തന്നെയാണ് ഇറാനെ കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം എടുപ്പിക്കാൻ കാരണമായി മാറിയത് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിലെ വിദേശകാര്യമന്ത്രി മുസ്തഫ അഗരാച്ചി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. അന്ന് ഏതാണ്ട് ചർച്ചകൾ ഒരു അന്തിമ തീരുമാനത്തിന് തൊട്ട് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ JD വാൻസിന് വന്നുവെന്നും അങ്ങനെയാണ് ചർച്ച പൊളിഞ്ഞത് എന്നുമൊക്കെയാണ് ഇറാൻ ആരോപിക്കുന്നത്. ഏതാണ്ട് ഫോൺ വന്നു എന്നുള്ള കാര്യം സത്യമായിരുന്നു. അത് ആരാണ് വിളിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണവും വന്നിട്ടുമില്ല. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ വലിയ തോതിലുള്ള ദുരിതങ്ങളാണ് ഈ യുദ്ധം കൊണ്ടുവന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷി, അവരുടെ വിനിമയ ശേഷിയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളും എത്രയും വേഗം ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു അവസരം കൃത്യമായി ഒത്തുവന്നപ്പോൾ ട്രംപ് വീണ്ടും പഴയ സ്വഭാവം കാണിച്ചു തുടങ്ങി എന്നുള്ള പരാതി ഇപ്പോൾ പല രാജ്യങ്ങൾക്കുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരാരും പരസ്യമായി ഇക്കാര്യം വ്യക്തമാക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി ബ്രിട്ടനും ഫ്രാൻസും യുദ്ധക്കപ്പലുകൾ അയക്കുമെന്നൊക്കെ നേരത്തെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഫ്രഞ്ച് പ്രസിഡന്റിനെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെയും കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇവരാരും ഞങ്ങളെ സഹായിച്ചില്ല, ഇനി ഇവരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ പുച്ഛത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. ചുരുക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആകെ ഒന്നടങ്കം
അമേരിക്കയ്ക്ക് എതിരാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ്. ഇറാനാകട്ടെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒരുപക്ഷെ ചൈന ഉൾപ്പെടെ അല്ലെങ്കിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് പിന്തുണ രഹസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം, അവരുടെ എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ടായിരിക്കാം. അതുകൂടാതെ ഇറാനാകട്ടെ അവരുടെ 5000-ഓളം വരുന്ന സ്പീഡ് ബോട്ടുകളെ ഈ മേഖലയെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അമേരിക്ക യുദ്ധക്കപ്പലുകളുമായി എത്തിയാൽ അവയെ ആക്രമിച്ച് തകർക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച അതാണ് ഈ സ്പീഡ് ബോട്ടുകളെന്നും പറയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പലുകൾ കണ്ടാൽ തങ്ങൾ പേടിക്കുകയില്ല എന്ന് ഇറാൻ നേതാക്കൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയായിട്ട് ഈ ബോട്ടുകളെ, ഈ സ്പീഡ് ബോട്ടുകളെ തന്നെ ഇനിയും തകർക്കാനൊട്ട് കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ബോട്ടുകൾ, 100-ൽ താഴെ ബോട്ടുകൾ മാത്രമാണ് അവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി ആയിരക്കണക്കിന് ഈ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള വളരെ വൻതോതിലുള്ള മിസൈൽ ശേഖരവും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ നേരിടാൻ തന്നെയാണ് ഇറാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷെ അത് വലിയൊരു യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്ന് സ്വാഭാവികമായി സംശയം വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു വിചിത്രമായ പെരുമാറ്റ രീതികൾ, അതിൻ്റെ തീരുമാനങ്ങൾ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ലോകക്രമത്തിനെ തന്നെ മാറ്റിമറിക്കുമോ എന്നാണ് പലരും ഭയപ്പെടുന്നത്. കാരണം അമേരിക്കയെ പണ്ടത്തെ പോലെ ആർക്കും ഇപ്പോൾ അത്ര ഭയമില്ല എന്നുള്ള കാര്യം ഇപ്പോഴും ട്രംപ് മനസ്സിലാക്കുന്നില്ല.